പ്രൈസ് ലോർഡ്. തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാൻ യേശു ശിഷ്യന്മാരെ നിർബന്ധിച്ചു. അവർ പടകിൽ അക്കരയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങിയപ്പോൾ യേശു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഒരു മലമേൽ പോയി. ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർക്കെതിരായി വലിയ കൊടുങ്കാറ്റടിച്ചു. കാറ്റ് പ്രതികൂലമായിരുന്നു എന്ന് മത്തായി രേഖപ്പെടുത്തിയിരിക്കുന്നു. തിരകളാൽ അവർ വലഞ്ഞുപോയി. മുന്നോട്ട് പോകുമോ എന്ന് പോലും അവർ ഭ്രമിച്ചു ഭയപ്പെട്ട ഒരു നിമിഷമായിരുന്നു. അതിൻ്റെ നടുവിൽ 4-ാം യാമത്തിൽ യേശു കടലിൻ്റെ മീതെ അവരുടെ അടുക്കൽ എത്തി. യേശു കടലിൻ്റെ മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ടു. ഭൂതം എന്ന് പറഞ്ഞ് പേടിച്ച് നിലവിളിക്കുവാൻ വേണ്ടി തുടങ്ങി. യേശു അടുക്കൽ വന്ന്, ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, ഇത് ഞാനാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് 21-ാമത്തെ വാക്യത്തിനകത്ത് പറയുകയാണ്, യേശു ആണ് എന്നറിഞ്ഞപ്പോൾ അവർ അവനെ പടകിൽ കയറ്റുവാൻ ഇച്ഛിച്ചു. അടുത്ത വാക്യം, ഉടനെ പടക് അവർ പോകുന്ന ദേശത്ത് എത്തി. തൊട്ടു മുമ്പ് വരെ എത്തുമോ എന്നുവരെ സംശയിച്ച ആ പടക്, ആ ശിഷ്യന്മാർ യേശുവിനെ പടകിൽ കയറ്റിയപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ എത്തിച്ചേരേണ്ട ഏത് സ്ഥലമാണോ അത് വേഗത്തിൽ എത്തിച്ചേരുവാൻ ഇടയായി. യേശു നമ്മുടെ ജീവിതത്തിനകത്ത് കൂടെയുണ്ടെങ്കിൽ പ്രിയരെ, വാഗ്ദത്തങ്ങളിലേക്കുള്ള അകലം കുറയും. യേശു നമ്മുടെ കൂടെയുണ്ടെങ്കിൽ ലക്ഷ്യങ്ങളിലേക്കുള്ള വേഗത വർദ്ധിക്കും. ഈ വചനം പ്രിയ സഹോദര സഹോദരി നിങ്ങളോടുള്ളതാണ്. യേശുവിനെ കൂടാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. യേശുവിനെ കൂടാതെ നമുക്കൊന്നും സാധ്യമാകുന്നില്ല. യേശുവിനെ കൂടാതെ ഒന്നും നമുക്ക് പിടിച്ചെടുക്കുവാൻ കഴിയത്തില്ല. യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, വാഗ്ദത്തങ്ങളിലേക്കുള്ള അകലം കുറയും. യേശു കൂടെ ഉണ്ടെങ്കിൽ ലക്ഷ്യങ്ങളിലേക്കുള്ള വേഗത വർദ്ധിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കുമാറാകട്ടെ.